ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നഖത്തിലിടുന്ന മെഹന്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. എപ്പോഴും കയ്യിൽ ഇതുപോലെ മെഹന്തി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സിൽ നിന്ന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഈ മെഹന്തി റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നഖത്തിൽ മെഹന്തി കുറച്ചങ്ങ് പോയിട്ട് സെറ്റ് ചെയ്ത് കാണിക്കാച്ചിട്ടാട്ടോ ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ലേറ്റ് ആയത്. ഞാൻ വെറും 2 ചേരുവ വെച്ചിട്ടാട്ടോ ഈ മെഹന്തി റെഡിയാക്കി എടുക്കാറ്, ചായപ്പൊടിയും പഞ്ചസാരയും. അപ്പോൾ 2 സ്പൂൺ ചായപ്പൊടിയിലോട്ട് 4 സ്പൂൺ പഞ്ചസാര, ആ ഒരു കണക്കിലാണ് ഞാൻ എടുക്കാറ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ ടിൻ ഉണ്ടാവുമല്ലോ, ഞാനിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ടിന്ന് ഇതുപോലെ നല്ല കരിഞ്ഞിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് പുതിയത് എടുക്കണ്ടല്ലോ, ഏത് ടിന്നെടുത്താലും ഇതന്നെ അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു ടിന്നെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചായപ്പൊടിയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കുക കേട്ടോ, സൈഡിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലോട്ട് ഒരു ഗ്ലാസ് ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് അധികം ഉണ്ടാക്കുന്നവരാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ടാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇനി സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ആ ടിന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മുടെ നോർമൽ വാട്ടറാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കുക. പിന്നെ ഭയങ്കരമായിട്ട് കരിഞ്ഞ സ്മെല്ലൊക്കെ വരും, പക്ഷെ കാര്യമാക്കേണ്ട, ആ ഒരു സ്മെല്ല് ഈ മെഹന്തി റെഡിയാക്കി എടുക്കുമ്പോൾ വരും. പിന്നെ മുകളിൽ വെച്ചിട്ടുള്ള ആ വെള്ളം ഇതുപോലെ തിളച്ച് വരാനാവുമ്പോൾ അതിൽ നിന്ന് ഒരു കയ്യിലിങ്ങ് മാറ്റി കൊടുക്കുക. 1 കയ്യിലോ 2 കയ്യിലോ മാറ്റിയിട്ട് സാധാ വെള്ളമോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിലേക്ക് കുറച്ചും കൂടി അധികം ആ പഞ്ചസാരയുടെയും ചായപ്പൊടിയുടെയും ഒക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം മാറ്റി കൊടുക്കുക. ഗ്ലാസ്സിലേക്കൊക്കെ ഇതാ ആ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് അധികമൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിലൊക്കെ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അത് ആ വെള്ളം തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് മൈദപ്പൊടിയില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി കുറച്ചും കൂടി ഇട്ടിട്ട് എത്രയാണോ നമുക്ക് ആ വെള്ളം തിക്കായി വരുന്നത് അത് ആ ഒരു രീതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് തിക്കാക്കി എടുക്കരുത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മെഹന്തി റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ മൈദ ഇട്ടിട്ട് ആ കളറൊക്കെ ഒന്നാകെ ചേഞ്ച് ആക്കി എടുക്കരുത്. ഈ ഒരു രീതിക്കാണ് റെഡിയാക്കേണ്ടത്. ഇനി നമ്മൾ സാധാ മെഹന്തിയൊക്കെ ഇടുന്ന പോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കയ്യിലെ നഖത്തിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം നൈറ്റിലാവും ഇട്ട് കൊടുക്കാറ്. കുറേ നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കാനുള്ള മടിക്ക് നൈറ്റിലിട്ടിട്ട് അങ്ങ് കിടന്നുറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയാണ് അധികം ചെയ്യാറ്. രാവിലെ ആകുമ്പോഴത്തേന് ഇതുപോലെ മെഹന്തിയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. കോട്ടൺ വെച്ച് തുടക്കണം എന്നൊന്നുമില്ല, ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ലൈവായിട്ട് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കോട്ടൺ വെച്ച് തുടച്ചതാണ്. നമ്മൾ സാധാ കൈയൊക്കെ കഴുകുന്ന പോലെ കഴുകിയെടുത്താലും മതി. ഇപ്പോൾ നഖമൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ കളർ വേണ്ടവർക്ക് 2 പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. എനിക്ക് ഈ ഒരു കളറാട്ടോ ഇഷ്ടം. ഭയങ്കരമായിട്ട് ആ ബ്ലാക്ക് കളർ ആവുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കൈക്ക് എന്തോ ഒരു ഭംഗിക്കുറവാണ്. പിന്നെ ചിലർക്ക് ഡൗട്ടായിരിക്കും ഉൾവശം ചുവക്കുമെന്ന്. ഉൾവശം ചുവക്കും. ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ കൈൻ്റെ ഉള്ളിലായതൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.